ഗാംനയെ വധിച്ചു എന്ന് ഇസ്രായേൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. അവരൊരു സ്ഥിരീകരണവും അതിൽ നടത്തുന്നുണ്ട്. മൃതദേഹത്തിന്റെ ചിത്രങ്ങൾ നെതന്യാഹുവിനെയും ട്രംപിനെയും കാണിച്ചു എന്നാണ് പറയുന്നത്. നിരവധി ഇറാൻ നേതാക്കളെ വധിച്ചു എന്നും ഇസ്രായേൽ അവകാശപ്പെടുകയാണ്. ഇങ്ങനെ ഇസ്രായേലിന്റെ അവകാശവാദം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഗാംനെ ജീവിച്ചിരിപ്പുണ്ട്, നിങ്ങൾ ഇതൊരു സൈക്കോളജിക്കൽ യുദ്ധതന്ത്രം മാത്രമാണ്, ഇതിൽ വീഴരുത് എന്ന് പരമോന്നത നേതാവിന്റെ ഓഫീസ് പറയുമ്പോഴും ഇസ്രായേൽ ആവർത്തിച്ച് പറഞ്ഞത് അദ്ദേഹം കൊല്ലപ്പെട്ടു, അദ്ദേഹം ഇനിയില്ല, അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ, മൃതദേഹത്തിന്റെ ചിത്രങ്ങൾ നെതന്യാഹുവിനെയും ട്രംപിനെയും കാണിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. നിരവധി ഇറാൻ നേതാക്കളെയും വധിച്ചു എന്ന് ഇസ്രായേൽ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. 30-ലധികം ഇറാന്റെ നേതാക്കളെ കൊലപ്പെടുത്തി എന്നുള്ള അവകാശവാദമാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെയാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം നമ്മൾ വീണ്ടും ഗൾഫ് മേഖലയിലെ സാഹചര്യങ്ങൾ വിലയിരുത്താൻ പോവുകയാണെങ്കിൽ ഗൾഫിൽ ഇപ്പോഴും ആക്രമണം പലയിടത്തും തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഖത്തറിൽ വലിയ കാര്യമായ ആക്രമണമൊന്നും നടക്കുന്നില്ല. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഖത്തറിൽ ഇല്ല എങ്കിൽ പോലും ബഹ്റൈനിലൊക്കെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആക്രമണം ശക്തമാകുന്ന ഒരു കാര്യം നമ്മൾ കണ്ടതാണ്. അഫ്താബ് റഹ്മാൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാനായി. അഫ്താൻ, ഇറാൻ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ഗാംനെ കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേൽ ആവർത്തിക്കുകയാണ്. ഒപ്പം മൃതദേഹത്തിന്റെ ചിത്രം കാണിച്ചു എന്നൊക്കെ പറയുന്നു. എന്താണ് പുറത്തുവരുന്ന റിപ്പോർട്ട്? ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇറാന്റെ പരമോന്നത നേതാവ് ആയതുള്ള അലി ഖാംനെയെ വധിച്ചെന്നാണ് ഇസ്രായേൽ സ്ഥിരീകരിക്കുന്നത്. ഇത് ഇസ്രായേലിലെ ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ മാധ്യമങ്ങളും ഒരുപോലെ പറയുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ച് ഇന്ന് ഏതാണ്ട് 40ഓളം ബോംബുകളാണ് വർഷിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിന്റെ മൃതദേഹം കിടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നെതന്യാഹുവിനെയും ഒപ്പം തന്നെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും കാണിച്ചു എന്നും ഇസ്രായേൽ മാധ്യമങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഭരണമാറ്റമാണ് വേണ്ടത് എന്നുള്ളതാണ് ഇപ്പോഴും അല്പം മുമ്പ് ABC ന്യൂസിൽ നൽകിയ അഭിമുഖത്തിൽ ട്രംപ് പറയുന്നത്. മാത്രവുമല്ല, ഇറാനിലെ ഇനിയുള്ള ഭരണം സംബന്ധിച്ച് ഞങ്ങൾക്ക് കൃത്യമായ ഒരു ചിത്രമുണ്ട് എന്നും അവർ ആവർത്തിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഇറാനിലെ വിവിധ നേതാക്കളെ വധിച്ചതായും ട്രംപ് പറയുന്നുണ്ട്. ഇത് ആരൊക്കെയാണെന്നത് കൃത്യമായിട്ട് പറയുന്നില്ലെങ്കിലും നിരവധി നേതാക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് അവർ കൃത്യമായി പറയുന്നുണ്ട്. ഇതാണ് ഈ മണിക്കൂറിൽ ഒരു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പക്ഷേ ഇറാൻ ഈ വാർത്തയോട് ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. അവർ അല്പം മുമ്പ് നൽകിയിരുന്ന പ്രതികരണ പ്രകാരം ഇത് ഒരു പക്ഷേ ഒരു സൈക്കോളജിക്കൽ വാർഫയർ ആണ്, അതുകൊണ്ട് ഇതിൽ ഇറാനികൾ വീണു പോകരുതെന്നൊരു മറുപടിയാണ് നേരത്തെ ഇത്തരം റിപ്പോർട്ടുകളോട് ഇറാനിലെ പരമോന്നത നേതാവിന്റെ ഓഫീസ് അറിയിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിൽ നിന്നും ഒരു മാറ്റം ഇതുവരെ അവരുടെ റിപ്പോർട്ടുകളിൽ ഉണ്ടായിട്ടില്ല. ഇന്ന് വൈകിട്ട് ഇറാൻ വിദേശകാര്യ മന്ത്രിയുടെ ഒരു പ്രതികരണം ഉണ്ടായത് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചോ നിലവിലുള്ള സ്ഥിതി സംബന്ധിച്ചോ പറയാൻ കഴിയുന്ന ഒരു സ്ഥിതിയിലല്ല താൻ എന്നാണ് വിദേശകാര്യ മന്ത്രി പറഞ്ഞത്. പ്രത്യേകിച്ചും വലിയ തോതിലുള്ള ആക്രമണമാണ് ഇത് രാവിലെ മുതൽ ഇറാൻ അകത്തേക്ക് നടന്നിട്ടുള്ളത്. പല മുഖങ്ങളിലായുള്ള ആക്രമണം നടന്നു. ഇതിന് പിന്നാലെയായിരിക്കാം ഒരു പക്ഷെ നമ്മൾ ഇന്ന് വൈകിട്ട് മുതൽ കണ്ട ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് അടക്കം നടന്ന വ്യാപകമായ തോതിലുള്ള ഒരു പക്ഷേ സമീപകാലത്ത് നടക്കാത്ത ഒരു പക്ഷെ ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ആക്രമണം ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് കൂടി എത്തുന്നത് നമ്മൾ കണ്ടു. ഇതെല്ലാം ഇതിന്റെ കൂടി പ്രതിഫലനമാണോ എന്നുള്ളത് കൂട്ടിച്ചേർത്ത് വായിക്കണമെങ്കിൽ ഇറാന്റെ ഒരു പ്രതികരണം, ഔദ്യോഗികമായ ഒരു പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് വരേണ്ടതുണ്ട്. ഇനി അഥവാ കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കപ്പെടുകയാണെങ്കിൽ പോലും അതിന് പകരമായി ഇനി വരേണ്ട ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ മുതിർന്ന മേധാവ്, അതായത് ഈ പരമോന്നത നേതാവ് കൊല്ലപ്പെടുകയാണെങ്കിൽ പകരമായി വരേണ്ട ആളെ പോലും ഇറാൻ നേരത്തെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ IRGC-യുടെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ഒരു മുതിർന്ന നേതാവായിരിക്കും എന്നുള്ളതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഏതായാലും ഈ മരണവുമായി ബന്ധപ്പെട്ടൊരു സ്ഥിരീകരണം നിലവിൽ ഇറാന്റെ ഭാഗത്തു നിന്നും ഇല്ല. പക്ഷേ US-ഉം ഇസ്രായേലും അത് സ്ഥിരീകരിക്കുകയാണ്, അവിടുത്തെ ഉദ്യോഗസ്ഥർ അത് സ്ഥിരീകരിക്കുകയാണ്. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹു അത് സ്ഥിരീകരിക്കുകയാണ്. ട്രംപിന് ഇത് സംബന്ധിച്ചുള്ള വിവരം കൈമാറിയിട്ടുണ്ട് എന്നും പറയുന്നു. ഇനി ട്രംപ് കൂടി അതൊരു പക്ഷേ സ്ഥിരീകരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്കതൊരു ചിത്രം ഒരു പക്ഷേ നൽകാനായേക്കും. ജീന, അതാണ് അഫ്താബ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇറാന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും അവകാശവാദം മാത്രമാണ്. 40-ലധികം മിസൈലുകൾ
അവിടെ വർഷിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ മൃതദേഹത്തിന്റെ ചിത്രമടക്കം കാണിച്ചു എന്നൊക്കെ അവകാശപ്പെടുന്നുണ്ട്. അഫ്താബ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇനി ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഇറാന്റെ ഭാഗത്തും ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഒപ്പം ഗൾഫ് രാജ്യങ്ങളുടെ ഒരു ഇടപെടൽ എങ്ങനെയാണ്, ഇനി ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ ഏതെങ്കിലും തരത്തിൽ അവർക്ക് ഇടപെടാൻ സാധിക്കുമോ എന്നുള്ളതുണ്ട്. ഒപ്പം തന്നെ മറ്റ് രാജ്യങ്ങളുടെ, അന്താരാഷ്ട്ര തലത്തിൽ മറ്റ് രാജ്യങ്ങളുടെ പിന്തുണ എത്രത്തോളം ഈ പറഞ്ഞ ഗൾഫ് രാജ്യങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്, അത് ഇറാനെ എങ്ങനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്, ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ അവരുടെ ഇടപെടൽ ഏതെങ്കിലും രീതിയിൽ പ്രയോജനപ്പെടുമോ എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ? സ്ഥിതിയിൽ നമുക്ക് പ്രവചനാതീതമാണ് കാര്യങ്ങൾ. കാരണം ഇന്ന് പകൽ മുതൽ നടന്ന ആക്രമണങ്ങളുടെ ഒരു സ്വഭാവം പരിശോധിച്ചാൽ ബഹുമുഖമായിട്ടാണ് ആക്രമണങ്ങൾ നടന്നത്. പ്രത്യേകിച്ചും ഇസ്രായേലിന്റെ പക്ഷത്ത് നിന്നും യുഎസിന്റെ പക്ഷത്ത് നിന്നും വലിയ തോതിലുള്ള ആക്രമണം ഇറാന് നേരെ നടന്നിട്ടുണ്ട്. അതിൽ തന്നെ കൃത്യമായും അവരുടെ സൈനിക താവളങ്ങൾ, മിസൈൽ ലോഞ്ചിങ് കേന്ദ്രങ്ങൾ, മിസൈൽ സംരക്ഷണ കേന്ദ്രങ്ങൾ, ഇസ്ഫഹാനിലുള്ള അവരുടെ ആണവ കേന്ദ്രങ്ങൾ എന്നിങ്ങനെ വിവിധ മേഖലകളിലേക്ക് രൂക്ഷമായ ആക്രമണമാണ് യുഎസും ഇസ്രായേലും ഒരുമിച്ച് അഴിച്ചുവിട്ടത്. ഇതിന് പിന്നാലെയാണ് യുഎസ് താവളങ്ങൾ നിലകൊള്ളുന്ന ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് ഉൾപ്പെടെ വലിയ തോതിലുള്ള ആക്രമണം നടന്നത്. അവർ ആക്രമണ സമയത്ത് തന്നെ യുഎസും ഇസ്രായേലും പ്രഖ്യാപിച്ചിരുന്ന ഒരു കാര്യം ഇറാനിലെ ഭരണ മാറ്റമാണ്. എന്ന് വെച്ചാൽ ഇവരെ വധിക്കുക മാത്രമല്ല, വധിച്ചതിന് ശേഷം യുഎസിന്റെയും ഇസ്രായേലിന്റെയും താല്പര്യത്തിലുള്ള ഒരു ഭരണകൂടത്തെ അവിടെ പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രഖ്യാപിത ലക്ഷ്യം. അത് പക്ഷേ അത്ര എളുപ്പമുള്ള കാര്യമാകില്ല. പ്രത്യേകിച്ചും ഇവർ വരുന്ന ഒരു നാല് ഘട്ടത്തിലായി, അതായത് ഓരോരുത്തരും കൊല്ലപ്പെടുമ്പോൾ തുടർച്ചയായി വരേണ്ട അവരുടെ പിന്തുടർച്ചക്കാരായ 4 പേരെ ഇതിനകം തന്നെ ഓരോ തസ്തികയിലേക്കും നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഗൾഫ് രാഷ്ട്രങ്ങളുടെ എല്ലാം പിന്തുണയോടുകൂടി, ഇസ്രായേലിന്റെയും യുഎസിന്റെയും പിന്തുണയോടുകൂടി ഇറാനിൽ വലിയ തോതിൽ ദിവസങ്ങളോളം ആക്രമണം നടത്തുകയാണെങ്കിൽ ഒരു പക്ഷേ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. പ്രത്യേകിച്ചും ഉപരോധത്തിൽ ഒരുപാട് വർഷമായി നിൽക്കുന്ന ഒരു രാഷ്ട്രം കൂടിയാണ് ഇറാൻ. അവർ ആവർത്തിച്ച് പറയുന്നുണ്ട്, ഞങ്ങളെ ആക്രമിക്കുന്നതിനുള്ള തിരിച്ചടിയും ഒപ്പം തന്നെ അതിന്റെ ദുഃഖവുമെല്ലാം ശത്രുക്കൾ അനുഭവിക്കേണ്ടി വരുമെന്ന് അവർ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും ഇത്ര ബഹുമുഖമായ തലത്തിൽ വലിയ തോതിലുള്ള ഒരേ സമയം തന്നെ വ്യോമ മേഖലയിൽ ഒരു പക്ഷേ ഇറാന് പോലും ഇല്ലാത്ത തരത്തിലുള്ള വലിയ സർവ്വസന്നാഹങ്ങളോട് കൂടി ആക്രമണം നടക്കുമ്പോൾ ഇറാൻ എങ്ങനെ പിടിച്ചു നിൽക്കും എന്നുള്ള ഒരു ചോദ്യം കൂടി അവിടെയുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട ആയുധങ്ങൾ മിസൈലുകളും മറ്റുമാണ്. പക്ഷേ ഇന്ന് നടത്തിയ ഇസ്രായേൽ ഉൾപ്പെടെ നടത്തിയ ആക്രമണത്തിൽ ഭൂരിഭാഗവും അവർ തടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ അവിടെ അവരുടെ രാഷ്ട്ര നേതാക്കളിൽ ഭൂരിഭാഗം പേരും കൂടി കൊല്ലപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടെങ്കിൽ ഒരു പുതിയൊരു മാറ്റം അവിടെ സംഭവിക്കേണ്ടതുണ്ട്. പുതിയ ആളുകൾ ചുമതലയിലേക്ക് വരേണ്ടതുണ്ട്. അതിന് സമയമെടുക്കും. അതുവരെ എങ്ങനെ ഇറാൻ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള ചോദ്യങ്ങൾ കൂടി ഏതായാലും മുമ്പിലുണ്ട്. അതിനെല്ലാം ഇറാൻ ഒരു പക്ഷേ ഉത്തരങ്ങൾ ഉണ്ടായിരിക്കാം. അത് പക്ഷേ നമ്മൾ മണിക്കൂറുകൾ ഇനിയും കാത്തിരിക്കേണ്ടി വരും ഇറാൻ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ളത് അറിയാൻ. പ്രത്യേകിച്ചും ഇപ്പോഴും ഇസ്രായേലും യുഎസും ആക്രമണം നടത്തുന്ന സമയത്തെല്ലാം നിരന്തരം എന്നോണം മറുപടി എന്നോണം തിരിച്ചടി എന്നോണം ഇറാൻ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് പൂർണ്ണമായിട്ടും തടയാൻ ഇസ്രായേലിനോ യുഎസിനോ ഇതുവരെ സാധിച്ചിട്ടില്ല. ഏതായിരുന്നാലും നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്ന് രാവിലെ മുതൽ നടന്ന ആക്രമണത്തിന് ശേഷം ഖാംനെയുടെ സ്ഥിതി സംബന്ധിച്ചുള്ള ചിത്രം ഇപ്പോൾ ഒരു അവ്യക്തത അതിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷത്തിൽ നമുക്ക് പറയാൻ കഴിയുക. അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം ഇസ്രായേലിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് ഖാംനെയി കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷേ ഇറാൻ ഇതുവരെ അത് സ്ഥിരീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗൾഫ് രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം വരും മണിക്കൂറുകൾ ആശങ്കയാണ്. കാരണം ഇറാന്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടാൽ ഇറാന്റെ ഒരു മറുപടിയും തിരിച്ചടിയും ഏത് സ്വഭാവത്തിലായിരിക്കും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഒരു പക്ഷേ അതായിരിക്കാം വരും ദിവസങ്ങളിൽ നമ്മൾ ഇനി തിരിച്ചറിയാൻ പോകുന്ന ഒരു കാര്യം. ജിന.